മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡും അതിലൊന്നാണ്. ഇവിടെ യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പതിവ് പോലെ വൃത്തിയുള്ള ശുചിമുറികളില്ല. യാത്രക്കാർ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡിന് സമീപത്തെ പെട്രോൾ പമ്പിലെ ശുചിമുറി. കച്ചവടക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ സെക്യൂരിറ്റി തുക വാങ്ങിയിട്ടും പ്രവേശന കവാടത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണി പൂർത്തിയായിട്ടില്ല. ഇരിക്കാൻ ആവശ്യത്തിന് കസേരകളില്ല. ദുർഗന്ധം മൂലം ശുചിമുറികളിൽ അടുക്കാനാവില്ല. ദീർഘദൂര ബസ്സുകൾ വന്നുപോകുന്ന ജില്ലയിലെ പ്രധാന ബസ് സ്റ്റേഷനായ മൂവാറ്റുപുഴയിലെ ദുരിതക്കാഴ്ച കൂടി പ്രേക്ഷകരൊന്ന് കാണും. അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഇപ്പോൾ മൂവാറ്റുപുഴയിലെ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാട്ടിക്കൊടുക്കാം. എന്താണ് അവസ്ഥ? നേരത്തെ പെരുമ്പാവൂരിൽ നമ്മൾ കണ്ടു, നമ്മൾ പ്രതികരണം തേടി, പ്രതികരണമില്ല. പാലക്കാട് നമ്മൾ കണ്ടു, പ്രതികരണം തേടി, പ്രതികരണമില്ല. കാസർഗോഡും നമ്മൾ കണ്ട കാഴ്ച നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. ഓരോ KSRTC ഡിപ്പോയും അനാസ്ഥയുടെ നേർചിത്രങ്ങളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മൂവാറ്റുപുഴയിൽ എന്താണ് അവസ്ഥ അലി അക്ബർ ഷാ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മൾ പറഞ്ഞതുപോലെ ദിനംപ്രതി നൂറുകണക്കിന് ബസ്സുകൾ വന്നു പോകുന്ന, ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഇവിടെ കൃത്യമായ ഒരു ശുചിമുറി ഇല്ല എന്നുള്ളതാണ്. പുരുഷന്മാർക്കുമില്ല, സ്ത്രീകൾക്കുമില്ല. ഇവിടെ ഇപ്പോൾ നിലവിൽ ആളുകൾ ഉപയോഗിക്കുന്ന പഴയ ശുചിമുറി എന്ന് പറയുന്നത് ദുർഗന്ധം കാരണം ഇങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത നിലയിലാണ്. ഈ പ്രദേശത്തേക്ക് വന്നെത്തുക എന്ന് പറയുന്നത് തന്നെ ഏറെ ശ്രമകരമാണ്. മൂക്കുപൊത്തിയല്ലാതെ ഇങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതിനകത്തേക്ക് എത്തിയാലും കാഴ്ച അതീവ ദയനീയമാണ്. അത് ആ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നത് തന്നെ വളരെ ദുഷ്കരമായൊരു കാര്യമാണ്. ഇവിടെ വെള്ളത്തിന്റെ സൗകര്യമില്ലാത്തത് കൊണ്ട് ആളുകൾ ഈ കുപ്പികളിൽ, മിനറൽ വാട്ടറിന്റെ കുപ്പികളിൽ വെള്ളം ഉപയോഗിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു മിനറൽ വാട്ടറിന്റെ കുപ്പിയും ഒപ്പം ഒരു അരിഷ്ടത്തിന്റെ കുപ്പിയും. ഇതാണ് ഇവിടെ വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകളുടെ ദുരവസ്ഥ. ഇവിടെ ആകെയുള്ള ഈ പറയുന്ന 6 യൂറിൻ പാസ് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ പലതും ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥ. അതിദയനീയമായ ചിത്രമാണ് ഇത്. കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നതിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് തന്നെ ഏറെ ശ്രമകരമാണ്. പുറകുവശത്താണ് ഇതിന്റെ സെപ്റ്റിക് ടാങ്ക് വരുന്നത്. ആ ഭാഗത്തു നിന്നുമുള്ള വലിയ ദുർഗന്ധം ഉൾപ്പെടെ സഹിച്ചുകൊണ്ട് വേണം യാത്രക്കാർക്ക് ഇതിനകത്തേക്ക് എത്തിച്ചേരാൻ. മറ്റൊരു പ്രധാന കാര്യം പറയേണ്ടത്, അപ്പുറത്ത് ഒരു ടോയ്ലറ്റ് പണി പൂർത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്നാണ് ഇവിടുന്ന് ജീവനക്കാർ നമ്മളോട് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അത് യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ തുറന്നു കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് 2 ആഴ്ച മുമ്പാണ് MLA മാത്യു കുഴൽനാടൻ സഭയിൽ തന്നെ ഈ കാര്യം ഉന്നയിച്ചത്. തന്റെ ഈ സ്ഥലത്തുള്ള, തന്റെ നാട്ടിലെ ഈ പ്രധാനപ്പെട്ട, അതായത് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബസ് സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു ടോയ്ലറ്റ് പണിതിട്ടും അത് സാമൂഹ്യ വിരുദ്ധർ തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തന്റെ കയ്യിൽ നിന്ന് പണമെടുത്ത് താൻ അവിടെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അതുൾപ്പെടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് മന്ത്രി ഇവിടെ ഒരു നിരീക്ഷണ ക്യാമറയ്ക്കുള്ള സൗകര്യമെങ്കിലും ചെയ്തു തരണമെന്ന് മാത്യു കുഴൽനാടൻ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റൊരു പ്രധാന കാര്യം നമ്മൾ പറഞ്ഞ, ദിനംപ്രതി ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന പ്രദേശമാണ്. അവിടുത്തെ ഇരിപ്പിട സൗകര്യമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ കാണുന്ന കസേരകൾ മാത്രമാണ് ഇവിടെ യാത്രക്കാർക്ക് ഇരിക്കാനുള്ളത്. ഇതിൽ ഇപ്പോൾ കാണുന്ന കസേര, അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ഏതോ ബസ്സിലെ ഒഴിവാക്കപ്പെട്ട ഒരു സീറ്റാണ്. അതായത് തുരുമ്പ് വന്ന് ദ്രവിച്ച് ഉപേക്ഷിച്ച സീറ്റാണ് ഇവിടെ യാത്രക്കാർക്ക് ഇരിക്കാനായി കസേരയായി നൽകിയിരിക്കുന്നത്. ഇത്തരം ദുരിത കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാനുള്ളത്. ചേട്ടാ, ഇവിടെ ഇപ്പോൾ ഒരു ടോയ്ലറ്റ് ഇല്ല. ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ എന്താണ് സാഹചര്യം? അപ്പോൾ മൂവാറ്റുപുഴ എന്ന് പറയുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് ലോങ് യാത്ര വരുന്നവർക്ക് ജില്ലയിലൊരു മെയിൻ സ്റ്റോപ്പാണ്, ഒരു സ്റ്റാൻഡാണ് മൂവാറ്റുപുഴ എന്ന് പറയുന്നത്. അപ്പോൾ മിന്നൽ പോലുള്ള ബസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ മൂവാറ്റുപുഴയാണ് സ്റ്റോപ്പ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, തുച്ഛം ചില സ്ഥലങ്ങളിലാണ് നിർത്തുക. ഇത് ടോയ്ലറ്റ് ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ തന്നെ കാണണം എന്നുള്ളതാണ് സ്ഥിരമായ യാത്രയെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അരുൺകുമാർ, ഇപ്പോൾ ഒരു ഭാഗത്ത് പുരുഷന്മാർക്കായി ഒരു ടോയ്ലറ്റ് പുതിയതായി പണിതിട്ടിരിക്കുന്നു, മറുഭാഗത്ത് സ്ത്രീകൾക്കായി പണിതിട്ടിരിക്കുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. പക്ഷേ ഇതൊന്നും യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ചേട്ടാ, ഇവിടെ ഇപ്പോൾ രാത്രിയിൽ നിരീക്ഷണ ക്യാമറയോ ഒന്നുമില്ല. എന്താണ് രാത്രികാലങ്ങളിലെ ഒരു സാഹചര്യം? രാത്രികാലങ്ങളിൽ വളരെ മോശം അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെ ധാരാളം ദീർഘദൂര യാത്രക്കാരൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഈ കടകൾ, അതിലെ വെട്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതിനിവിടെ പ്രോപ്പറായിട്ടൊരു വെട്ടമൊന്നുമില്ല. അവിടെ നിന്നുള്ള ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഫ്രണ്ടിൽ ബസ്സുകൾ നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വെട്ടമില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അത്രയ്ക്ക് മോശമായ ഒരു അപകടം പിടിച്ച ഒരു സാഹചര്യത്തിൽ രാത്രി ടോയ്ലറ്റിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ അവസ്ഥയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശോചനീയ അവസ്ഥ. അതായത് ഞാനൊരു സ്ഥിരം യാത്രക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു ഓർമ്മയിൽ വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനം ഇല്ല. ആ കൂടെ മൂത്രപ്പുര പ്രവർത്തിക്കുന്നുണ്ട്. അതും പലപ്പോഴും ഈ മൂത്രം ഉൾപ്പെടെ കെട്ടി വളരെ മോശം അവസ്ഥയിലാണ് ടോയ്ലറ്റ് കിടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇതിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഗ്യാരേജാണ്. ആ ഗ്യാരേജ് ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ ഭാഗത്ത് ചേർന്നാണ് ഇതിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഉള്ളത്. അതിൻ്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം.
കാരണം മഴക്കാലം വന്നാലോ ഒരല്പം വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവിടെ നിന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടി മെത്തി ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകി ദുർഗന്ധം പരക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് അടച്ചിടേണ്ടി വന്ന ഒരു സാഹചര്യം എൻ്റെയൊക്കെ ഓർമ്മയിലുള്ളത്. ഇപ്പോൾ ദീർഘദൂര ബസ്സുകൾ വരുന്ന സ്ഥലമാണ്. ഒരാൾക്ക് മലവിസർജനം നടത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യും? അവർ അതായത് യാതൊരു നിവൃത്തിയില്ലാത്ത ആളുകൾ ആ ബാത്റൂമിൽ തന്നെ കാര്യം സാധിക്കുക, അല്ലെങ്കിൽ ഇവിടെ 1-2 ഇതുപോലത്തെ ഇടഭാഗങ്ങളുണ്ട്. ഈ ഇടഭാഗങ്ങളിലോ ആളുകൾ ശ്രദ്ധിക്കാത്ത ഭാഗത്ത് രാത്രിയിൽ വരുന്ന സമയത്ത് അവരെ കുറ്റം പറയാൻ കഴിയില്ല, മറ്റു മാർഗമില്ല. അവിടെ അത് സാധിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം.